മാർച്ച് 3 ലോക വന്യജീവി ദിനമാണ്. ഈ ദിനത്തിൽ ഏത് ജീവിയെ പറ്റി സംസാരിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ വർഷത്തെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയത്തിൽ നിന്നും നമ്മുടെ അതിഥിയെ തിരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചത്. മനുഷ്യരുടെ ആരോഗ്യം, സാംസ്കാരിക പാരമ്പര്യം, ഗ്രാമീണ ജനങ്ങളുടെ ഉപജീവനം എന്നിവയ്ക്ക് വിലപ്പെട്ട ഔഷധ സുഗന്ധ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമായിരുന്നു ഈ വർഷത്തെ ലോക വന്യജീവി ദിന പ്രമേയം. തേനീച്ചകൾ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരാഗണ ജീവികളൊന്നാണ്. ഔഷധ സുഗന്ധ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും പുനരുൽപാദനത്തിനും തേനീച്ചകൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പല സസ്യങ്ങളും തേനീച്ചകളുടെ സഹായം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച ഇനമാണ് ജയന്റ് ഹണിബി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി ജയന്റ് ഹണിബിയാണ്. ജയന്റ് ഹണിബി എന്നറിയപ്പെടുന്ന തേനീച്ച ലോകത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള തേനീച്ച ഇനമാണ്. ഇത് കാട്ടിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു വന്യ ഇനമാണ്. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും വ്യാപകമായിട്ട് കാണപ്പെടുന്ന ഈ തേനീച്ച ഇനം പരിസ്ഥിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഔഷധ സസ്യങ്ങളുടെ പരാഗണത്തിനും കാടുകളുടെ പുനരുൽപാദനത്തിനും ജയന്റ് ഹണിബി വലിയ സംഭാവന നൽകുന്നുണ്ട്. ഇതിന്റെ ശാസ്ത്രീയ നാമം ഏപ്പിസ് ഡോർസാറ്റ എന്നാണ്. ഏപ്പിസ് എന്നത് തേനീച്ചകളെ സൂചിപ്പിക്കുന്ന ജനുസാണ്. ഡോർസാറ്റ എന്നത് പിൻഭാഗം അല്ലെങ്കിൽ ശരീരഘടനയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഈ പേരിലൂടെ തന്നെ ഇത് സാധാരണ തേനീച്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേക ഇനമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ആപ്പിഡെ എന്നാണ് ഇവയുടെ ഫാമിലി. ആപ്പിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്നതാണ് തേനീച്ചകൾ, ബബിൾ ബീസുകൾ, റിംഗ്ലെസ് ബീസ് ഇവയൊക്കെയാണ്. ഈ കുടുംബത്തിലെ ജീവികൾ പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുകയും പരാഗണം നടത്തുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതിയിൽ പ്രത്യേകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ജയന്റ് ഹണിബി ഈ കുടുംബത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള അംഗമാണ്. ഇവ ഹൈമനോപ്റ്ററ എന്ന ഓർഡറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓർഡറിൽ ഉൾപ്പെടുന്ന മറ്റ് ജീവികൾ നോക്കുകയാണെങ്കിൽ ഉറുമ്പുകൾ, വാസ്പുകൾ, മറ്റ് തേനീച്ചകളൊക്കെയാണ്. ഈ ഓർഡറിലെ ജീവികൾ പൊതുവെ ചിറകുള്ള ശരീരഘടനയും കൂട്ടമായിട്ട് ജീവിക്കുന്ന സ്വഭാവം കാണപ്പെടുന്നുണ്ട്. ജയന്റ് ഹണിബി ഇതിലൊരു പ്രധാനമായിട്ടുള്ള അംഗമാണ്. നമുക്ക് ഈ തേനീച്ച കോളനിയിലേക്ക് ഒന്ന് പോയാലോ. ജയന്റ് ഹണിബി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ തേനീച്ച ഇനം വളരെ ക്രമബദ്ധമായിട്ടുള്ള സാമൂഹിക ജീവിതമാണ് നയിക്കുന്നത്. ഇവ കോളനി എന്നറിയപ്പെടുന്ന വലിയ കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു കോളനിയിൽ ആയിരക്കണക്കിന് തേനീച്ചകൾ ഉണ്ടാവും. ഓരോ തേനീച്ചയും വ്യക്തമായിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. കോളനിയിലെ തേനീച്ചകളെ പ്രധാനമായിട്ടും 3 വിഭാഗമായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് രാജ്ഞി തേനീച്ചയാണ്, ക്യൂൻ ബി ആണ്. പിന്നെ തൊഴിലാളി തേനീച്ചയാണ്, അതായത് വർക്കർ ബി ആണ്. അല്ലെങ്കിൽ ആൺ തേനീച്ച അല്ലെങ്കിൽ ഡ്രോൺ ബി എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ തേനീച്ച. ഇവയുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് മുഴുവൻ കോളനിയും നിലനിൽക്കുന്നത്. ഓരോ വിഭാഗങ്ങളെ നമുക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം രാജ്ഞി തേനീച്ചയാണ് അല്ലെങ്കിൽ ക്യൂൻ ബി ആണ്. രാജ്ഞി തേനീച്ച കോളനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായിട്ടുള്ള തേനീച്ചയാണ്. ഒരു കോളനിയിൽ സാധാരണയായിട്ട് ഒരേ ഒരു രാജ്ഞി തേനീച്ച മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇവിടെ പ്രധാനമായിട്ടുള്ള സവിശേഷം നോക്കുകയാണെങ്കിൽ ശരീര വലിപ്പം മറ്റ് തേനീച്ചകളേക്കാൾ വലുതാണ്. ദീർഘായുസ് ഉണ്ടായിരിക്കും, അതായത് 2 മുതൽ 5 വർഷം വരെ ഇവ ജീവിക്കുന്നുണ്ട്. കോളനിയിലെ ഏക പ്രജനനശേഷിയുള്ള തേനീച്ചയായിരിക്കും ഇത്. പിന്നെ ഇവിടെ ചുമതലകൾ നോക്കുകയാണെങ്കിൽ ദിവസേന ആയിരക്കണക്കിന് മുട്ടകൾ ഇടുന്നു, കോളനികളുടെ ജനസംഖ്യ നിയന്ത്രിക്കുന്നു, പ്രത്യേക രാസവസ്തുക്കൾ ഹോർമോൺസ് പ്രകടിപ്പിച്ച് തൊഴിലാളി തേനീച്ചകളെ നിയന്ത്രിക്കുന്നു, കോളനിയിലെ ഐക്യവും ക്രമവും നിലനിർത്തുന്നു എന്നിവയൊക്കെയാണ്. രാജ്ഞി തേനീച്ച മരിച്ചാൽ കോളനി ക്രമേണ തകർച്ചയിലേക്ക് നീങ്ങും. അതിനാൽ തന്നെ രാജ്ഞിയെ സംരക്ഷിക്കുന്നത് തൊഴിലാളി തേനീച്ചകളുടെ പ്രധാനമായിട്ടുള്ള ചുമതലയാണ്. രണ്ടാമത്തെ വർഗ്ഗമാണ് തൊഴിലാളി തേനീച്ച, വർക്കർ ബീസ്. തൊഴിലാളി തേനീച്ചകളാണ് കോളനിയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ. ഇവയെല്ലാം തന്നെ സ്ത്രീ തേനീച്ചകളാണ്, പക്ഷേ അവയ്ക്ക് പ്രജനനശേഷി ഇല്ലായിരിക്കും. ഇവിടെ പ്രധാന സവിശേഷം നോക്കുകയാണെങ്കിൽ ശരീര വലിപ്പം ചെറുതായിരിക്കും. ആയുസ് ഏകദേശം 4 മുതൽ 6 ആഴ്ച വരെ ആയിരിക്കും. കോളനിയിലെ മുഴുവൻ ജോലികളും നിർവഹിക്കുന്നത് ഇവരാണ്. ഇവിടെ ചുമതലകൾ നോക്കുകയാണെങ്കിൽ തൊഴിലാളി തേനീച്ചകൾ പ്രായമനുസരിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നുണ്ട്. വൃത്തിയാക്കൽ ജോലിയാണ് ഒന്നാമതായിട്ട്. തേൻചട്ട ശുചീകരിക്കൽ, മാലിന്യങ്ങൾ പുറത്തേക്ക് നീക്കം ചെയ്യൽ എന്നിവയൊക്കെയാണ്. പിന്നെ കുഞ്ഞു തേനീച്ചകളെ പരിപാലിക്കലാണ്. ലാർവകൾക്ക് ഭക്ഷണം നൽകൽ, രാജ്ഞി തേനീച്ചകൾക്ക് പ്രത്യേക ഭക്ഷണം നൽകൽ, അതായത് റോയൽ ജെല്ലി നൽകൽ ഇവയൊക്കെയാണ്. പിന്നെ കൂട് നിർമ്മാണം, മെഴുക് ഉപയോഗിച്ച് തേൻചട്ട നിർമ്മിക്കുന്നു, തേനും പരാഗണവും സൂക്ഷിക്കുവാൻ അറകൾ ഉണ്ടാക്കുന്നു. പിന്നെ ഭക്ഷണ ശേഖരണമാണ്. പൂക്കളിൽ നിന്നും തേൻനീരും പരാഗണവും ഒക്കെ ശേഖരിക്കുന്നു, അത് കൂട്ടിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു. പിന്നെ സംരക്ഷണമാണ്. ശത്രുക്കളിൽ നിന്ന് കൂടിനെ കാക്കുന്നു, മനുഷ്യരും മൃഗങ്ങളും അടുത്തു വന്നാൽ കൂട്ടമായിട്ട് ആക്രമിക്കുന്നു. തൊഴിലാളി തേനീച്ച ഇല്ലെങ്കിൽ കോളനി നിലനിർത്താൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ മൂന്നാമത്തെ വർഗ്ഗമാണ് ആൺ തേനീച്ച അല്ലെങ്കിൽ ഡ്രോൺ ബി എന്ന് പറയുന്നത്. ഡ്രോൺ തേനീച്ചകളുടെ പ്രധാനമായിട്ടുള്ള ജോലി രാജ്ഞി തേനീച്ചയായിട്ട് പ്രജനനം നടത്തുക എന്നാണ്. പ്രധാനമായിട്ടുള്ള സവിശേഷം നോക്കുകയാണെങ്കിൽ വലിപ്പം തൊഴിലാളി തേനീച്ചകളേക്കാൾ വലുതായിരിക്കും. ഇവയ്ക്ക് കുത്തിവെക്കാനുള്ള സ്ട്രിങ്സ് ഇല്ല, ഭക്ഷണം ശേഖരിക്കില്ല, കൂട് നിർമ്മാണം ചെയ്യില്ല. ചുമതലയെന്ന് പറയുന്നത് രാജ്ഞി തേനീച്ചയായിട്ടുള്ള മീറ്റിംഗ് നടത്തുക. പ്രജനനത്തിന് ശേഷം സാധാരണയായിട്ട് ഡ്രോൺ തേനീച്ച മരിക്കുന്നു. ഭക്ഷ്യക്ഷാമകാലത്ത് ഡ്രോൺ തേനീച്ചകളെ തൊഴിലാളി തേനീച്ചകൾ കോളനിയിൽ നിന്ന് പുറത്താക്കും, കാരണം ഇവയ്ക്ക് മറ്റു ജോലികൾ ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ഒരു അംഗമാണ് വളർച്ചാ അവസ്ഥയിലുള്ള തേനീച്ചകൾ, അതായത് ബ്രൂഡ്, മുട്ട, ലാർവ, പ്യൂപ്പ എന്നിവയൊക്കെയാണ്.
കോളനിയിൽ ജീവിച്ചിരിക്കുന്ന തേനീച്ചകൾക്ക് പുറമെ വളർച്ചയുടെ ഘട്ടത്തിലുള്ള അംഗങ്ങളും ഉണ്ടാവും. അത് മുട്ടയുണ്ടായിരിക്കാം, ലാർവ അവസ്ഥയിലുള്ളതായിരിക്കാം, പ്യൂപ്പ അവസ്ഥയിലുള്ളതായിരിക്കും. ഇവയെ സംരക്ഷിക്കുകയും ഭക്ഷണം നൽകുകയൊക്കെ ചെയ്യുന്നത് തൊഴിലാളി തേനീച്ചകളുടെ ചുമതലയാണ്. ഇതാണ് കോളനികളുടെ ഭാവി തലമുറ. ജയന്റ് ഹണിബി കോളനിയിൽ ഓരോ തേനീച്ചയും വ്യക്തമായിട്ടുള്ള ജോലി ഉണ്ടായിരിക്കും. പരസ്പരമായിട്ടുള്ള സഹകരണം, കൃത്യമായിട്ടുള്ള സാമൂഹിക ഘടന, ഇതെല്ലാം ചേർന്നിട്ടാണ് കോളനിയുടെ വിജയരഹസ്യം. ഒരു തേനീച്ച പോലും തൻ്റെ ജോലി ശരിയായി ചെയ്തായിരുന്നാൽ കോളനിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. ജയന്റ് ഹണിബി കോളനി ഒരു ചെറു സമൂഹം പോലെയാണ്. രാജ്ഞി തേനീച്ച ജനസംഖ്യ നിലനിർത്തുന്നു, തൊഴിലാളി തേനീച്ചകൾ എല്ലാ ജോലികളും നിർവഹിക്കുന്നു, ഡ്രോൺ തേനീച്ചകൾ പ്രജനന ചുമതല നിർവഹിക്കുന്നു. ഈ 3 വിഭാഗങ്ങളിലും ഐക്യവും സഹകരണവും മൂലമാണ് ജയന്റ് ഹണിബി കോളനി ശക്തമായിട്ട് നിലനിർത്തുന്നത്. പ്രകൃതിയിലെ മികച്ച സാമൂഹിക സംഘടനയുടെ ഉദാഹരണമാണ് ജയന്റ് ഹണിബി കോളനി. അപ്പോൾ ഇവയുടെ അംഗങ്ങളെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ കുറേ സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളാണ് നമുക്കിനി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ ജീവികൾക്ക് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്നിങ്ങനെ 2 തരമേ ഉണ്ടാവുള്ളൂ. പക്ഷേ തേനീച്ചകളെ സംബന്ധിച്ച് അവയ്ക്ക് രാജ്ഞി തേനീച്ചയുണ്ട്, തൊഴിലാളി തേനീച്ചയുണ്ട്, ഡ്രോൺ അല്ലെങ്കിൽ തേനീച്ചയുണ്ട്. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് തേനീച്ചകൾ സാമൂഹിക ജീവികൾ ആയതിനാലാണ്. ഒന്നാമത്തെ കാര്യം, തേനീച്ചകൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, അത് കോളനിയായിട്ട് ജീവിക്കുന്നു. മനുഷ്യരെ പോലെ ഒരു സമൂഹമായിട്ട് തേനീച്ചകൾ ജീവിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു കോളനിയിൽ ആയിരക്കണക്കിന് തേനീച്ചകൾ ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും വ്യക്തമായിട്ടുള്ള ജോലി ഉണ്ടായിരിക്കും. എല്ലാം കൂടി കോളനിയിലെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി വിഭജനം, ഡൈവേർഷൻ ഓഫ് ലേബർ ആവശ്യമാണ്. ജൈവപരമായിട്ട് ക്യൂൻ ആൻഡ് വർക്കർ രണ്ടും പെൺ തേനീച്ചയാണെന്നതാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്യൂൻ ബി എന്ന് പറയുന്നത് പെൺ തേനീച്ചയാണ്. അതുപോലെ തന്നെ വർക്കർ ബി എന്ന് പറയുന്നതും പെൺ തേനീച്ചയാണ്. ഇതിനകത്ത് മെയിൽ തേനീച്ച എന്ന് പറയുന്നത് ഡ്രോൺ ബീസ് ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സാധാരണ ജീവികളെ പോലെ മെയിൽ ഫീമെയിൽ ആണ് ഇതിനകത്തുള്ളത്. പക്ഷേ പെൺ തേനീച്ചകൾ 2ആയിട്ട് മാറുന്നുണ്ട്. അത് പ്രജനനത്തിന് വേണ്ടി ക്യൂനും ജോലിക്ക് വേണ്ടി വർക്കറുമാണ് മാറുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മറ്റൊരു സംശയം തോന്നും, എന്തുകൊണ്ടാണ് 2ഉം പെൺതേനീച്ചയായിട്ടും അവ വ്യത്യസ്തമാകുന്നത് ശാരീരികമായിട്ട്? അതിന് കാരണം അത് ഭക്ഷണ വ്യത്യാസമാണ്. ഒരു ലാർവയ്ക്ക് തുടർച്ചയായിട്ട് റോയൽ ജെല്ലി മാത്രം കൊടുത്താൽ അത് രാജ്ഞി തേനീച്ചയായിട്ട് മാറും. സാധാരണ ഭക്ഷണമായിട്ടുള്ള തേൻ അല്ലെങ്കിൽ പരാഗണം ലഭിക്കുന്ന ലാർവ അതൊരു തൊഴിലാളി തേനീച്ചയായിട്ട് മാറും. എന്നാൽ റോയൽ ജെല്ലി കൊടുക്കുന്ന ലാർവ അതൊരു രാജ്ഞി തേനീച്ചയായിട്ടാണ് മാറുന്നത്. അത് ഹോർമോണുകളെ മാറ്റുന്നു, ജീനുകളുടെ പ്രവർത്തനങ്ങൾ മാറ്റുന്നു, ശരീര അവയവങ്ങൾ വ്യത്യസ്തമായിട്ട് വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫീമെയിൽ തേനീച്ചയിലെ ഭൂരിഭാഗവും തൊഴിലാളി തേനീച്ചയായിട്ട് മാറുകയും അവയിലെ ഒരെണ്ണം രാജ്ഞിയായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്, ആയിരക്കണക്കിന് തേനീച്ചകൾക്കിടയിൽ ഏത് ലാർവയാണ് രാജ്ഞിയായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് ഓരോ തേനീച്ചയും എങ്ങനെ തിരിച്ചറിയുന്നു? അത് തിരിച്ചറിയാതെ പോയാൽ ആ ലാർവയ്ക്ക് റോയൽ ജെല്ലി കൊടുക്കുന്നത് എങ്ങനെ സാധിക്കും? ഇതിന് കാരണം തേനീച്ചകൾ കണ്ണുകൊണ്ടോ ബുദ്ധി കൊണ്ടോ തീരുമാനിക്കുന്നതല്ല. പകരം അത് ആശ്രയിക്കുന്നത് പ്രത്യേക രാജ്ഞി കോഡ്, അതായത് ക്വീൻ സെല്ലുണ്ടായിരിക്കും. അതുപോലെ തന്നെ രാസ സിഗ്നലുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജന്മസിദ്ധമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കും. കോളനിക്ക് പുതിയ രാജ്ഞി ആവശ്യമുണ്ടാകുമ്പോൾ, അതായത് പഴയ രാജ്ഞി മരിച്ചാൽ അല്ലെങ്കിൽ ദുർബലമായാൽ കോളനി വിഭജിക്കുമ്പോഴൊക്കെ തൊഴിലാളി തേനീച്ചകൾ ചില ചെറുപ്പ പെൺ ലാർവകളെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവയ്ക്ക് ചുറ്റും വലിയ പ്രത്യേക കോശം, അതായത് ക്യൂൻ സെല്ല് നിർമ്മിക്കുന്നു. ഈ ക്യൂൻ സെൽ സാധാരണ സെല്ലുകളെക്കാൾ വലുതായിരിക്കും. നീലക്കടല രൂപം പോലെയാണ് ഇതിനുണ്ടാകുന്നത്. തൂങ്ങിയ നിലയിൽ ഇവ കാണപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പ്രത്യേക സെല്ലിനുള്ളിലെ ലാർവ രാജ്ഞി ലാർവ എന്ന് എല്ലാ തേനീച്ചകളും തിരിച്ചറിയും. തൊഴിലാളി തേനീച്ചകളുടെ ജന്മസിദ്ധമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്, അതായത് സാധാരണ സെല്ലിനുള്ളിലെ ലാർവയ്ക്ക് സാധാരണ ഭക്ഷണമായിട്ടുള്ള തേൻ അല്ലെങ്കിൽ പരാഗണമായിരിക്കും നൽകുന്നത്. എന്നാൽ ക്യൂൻ സെല്ലിലുള്ള ലാർവയ്ക്ക് റോയൽ ജെല്ലി മാത്രമായിരിക്കും അവ കൊടുക്കുന്നത്. അവർ യാദൃശ്ചികമായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല. കോശത്തിൻ്റെ രൂപം തന്നെയാണ് ഭക്ഷണത്തിൻ്റെ തരം തീരുമാനിക്കുന്നത്. പിന്നെ ക്യൂൻ സെല്ലിലുള്ള ലാർവയ്ക്കും അതിൻ്റെ ചുറ്റുമുള്ള സെല്ലിനും ഒരു പ്രത്യേക രാസവാസന പ്രകടിപ്പിക്കുന്നുണ്ട്. തൊഴിലാളി തേനീച്ചകൾ ആ വാസന മൂക്കിലൂടെ തിരിച്ചറിയുന്നുണ്ട്. ഇത് രാജ്ഞി ലാർവയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്ലാതെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി കോശത്തിൻ്റെ വലിപ്പം, രാസവാസന എന്നിവയ്ക്ക് വഴിയാണ്. ഇതൊരു പഠിപ്പിച്ചതല്ല, ഇതൊരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. തേനീച്ചകളെ ആരും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ക്യൂൻ സെല്ല് കണ്ടാൽ റോയൽ ജെല്ലി കൊടുക്കണമെന്ന് അവയുടെ DNA-യിൽ തന്നെ എഴുതിയിരിക്കുന്ന സ്വഭാവമാണ്. ഇതിനെ ശാസ്ത്രീയമായിട്ട് ഇൻസ്റ്റിങ്ക്റ്റീവ് സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നുണ്ട്. ക്യൂൻ സെല്ലുകൾ പ്രത്യേകമായിട്ട് ഇവ സംരക്ഷിക്കുന്നുണ്ട്. തൊഴിലാളി തേനീച്ചകൾ ക്യൂൻ സെല്ലുകൾ കാത്തു സൂക്ഷിക്കും. അവയ്ക്ക് കൂടുതൽ പരിചരണം നൽകും, നശിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ലളിതമായിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആശുപത്രിയിൽ സാധാരണ വാർഡുണ്ടായിരിക്കും, ICU വാർഡുണ്ടായിരിക്കും. നഴ്സുമാർ രോഗികളെ തിരിച്ചറിയുന്നത് മുറിയുടെ തരം നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ക്യൂൻ സെൽ എന്ന് പറയുന്നത് ഒരു ICU പോലെയും നോർമൽ സെൽ എന്ന് പറയുന്നത് ഒരു നോർമൽ വാർഡ് പോലെയും തേനീച്ചകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. തേനീച്ചകൾ രാജ്ഞി ലാർവയെ തിരിച്ചറിയുന്നത് ഒരു പ്രത്യേക ക്യൂൻ സെല്ല് കൊണ്ടും രാസ സിഗ്നലുകളും കൊണ്ടുമൊക്കെയാണ്. മനുഷ്യനെ പോലെ ചിന്തിച്ചല്ല, മറിച്ച് പ്രകൃതി നൽകിയ ജന്മസിദ്ധമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെയാണ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു രാജ്ഞി തേനീച്ചയ്ക്ക് എങ്ങനെ മുഴുവൻ കോളനിയിലെ ആയിരക്കണക്കിന് തേനീച്ചകളെ ഒറ്റയ്ക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. ഇത് സാധ്യമാകുന്നത് അവയുടെ പ്രത്യേകമായിട്ടുള്ള പ്രജനനശേഷി, മേറ്റിംഗ് സംവിധാനം, ശുക്ലാണു സംരക്ഷണ ശേഷി എന്നിവയൊക്കെ കൊണ്ടാണ്. ഇത് ലളിതമായിട്ട് പറയുവാണെങ്കിൽ രാജ്ഞി തേനീച്ച എന്ന് പറയുന്നത് കോളനിയിലെ ഏക പ്രജനന യന്ത്രം എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് തേനീച്ച കോളനിയിലെ തൊഴിലാളി തേനീച്ചകൾ മുട്ട ഇടില്ല. ഡ്രോൺ തേനീച്ചകൾ അത് മെയിൽ തേനീച്ചകളാണ്, അവയും മുട്ടയിടത്തില്ല. രാജ്ഞി തേനീച്ച മാത്രമാണ് മുട്ടയിടുന്നത്. അതുകൊണ്ട് തന്നെ കോളനിയിലെ എല്ലാ അംഗവും രാജ്ഞിയുടെ മക്കളാണ്. രാജ്ഞി തേനീച്ചകൾ യുവതിയായിരിക്കുമ്പോൾ ഒരിക്കൽ മാത്രം ആകാശത്തിലേക്ക് പറന്ന് 10-20 ഡ്രോൺ തേനീച്ചകളുമായിട്ട് മേറ്റിംഗ് നടക്കും. ഇത് നപ്റ്റിയൽ ഫ്ലൈറ്റ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ മേറ്റിംഗ് നടത്തിയതിന് ശേഷം രാജ്ഞി തേനീച്ച ഡ്രോൺ തേനീച്ചകളിൽ നിന്നുള്ള ശുക്ലാണു സ്വയം ശരീരത്തിലെ ഒരു പ്രത്യേക അവയവത്തിൽ ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കുന്നു. ഈ ശുക്ലാണു 2 മുതൽ 5 വർഷം വരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. രാജ്ഞി തേനീച്ച ഏകദേശം 1500 മുതൽ 2000 വരെ മുട്ടകളിടും. ഓരോ മുട്ടയും ആവശ്യത്തിന് ശുക്ലാണു ചേർക്കും. അങ്ങനെ പുതിയ ലാർവകൾ ഉണ്ടാകും. അതിനാൽ തന്നെ ഒരു രാജ്ഞിക്ക് മാത്രം കോളനി മുഴുവൻ പുനർനിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. രാജ്ഞി മുട്ടയിടുമ്പോൾ ശുക്ലാണു ചേർത്ത മുട്ട പെൺ തേനീച്ചയായിരിക്കും, ശുക്ലാണു ചേർക്കാത്ത മുട്ട ആൺ തേനീച്ചയായിരിക്കും. ഇവയിലെ വർക്കർ ബി ആണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. രാജ്ഞി മുട്ട മാത്രം ഇടുകയും തൊഴിലാളി തേനീച്ചകൾ ലാർവയ്ക്ക് ഭക്ഷണം നൽകുകയും കൂട് വൃത്തിയാക്കുകയും കുഞ്ഞുങ്ങളെ വളർത്തുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഞിക്ക് മുഴുവൻ ശ്രദ്ധ മുട്ടയിടുന്നതിൽ മാത്രമാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്ഞി തേനീച്ചയ്ക്ക് മുഴുവൻ കോളനി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് കാരണം ഒരിക്കൽ മാത്രം മേറ്റിംഗ് നടത്തി ശുക്ലാനെ സംരക്ഷിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ദിവസേന 1000 മുട്ടകളിടുന്നു. ലിംഗം നിയന്ത്രിക്കുന്ന കഴിവുണ്ട്. വർക്കർ ബി കുഞ്ഞുങ്ങളെ വളർത്തുന്നു ഉപയോഗിക്കുകയാണ്. അതായത് രാജ്ഞി തേനീച്ച കോളനിയുടെ മാതാവാണ്. അതായത് കോളനി എന്ന് പറയുമ്പം ഒരൊറ്റ അമ്മയിൽ നിന്നുള്ള വലിയ കുടുംബമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു രാജ്ഞി തേനീച്ച ഒരു മാതൃകേന്ദ്ര ഫാക്ടറി പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവൾ മാത്രം മുട്ടയിടുന്നു, മറ്റുള്ളവരെല്ലാം അവയുടെ മക്കളുകളാണ്.